ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലീനു സ്റ്റോക്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇപ്പം സമയം ഏകദേശം 6:30 ആകാൻ വേണ്ടിയിട്ട്, 6:25, 6:30 ആകാൻ വേണ്ടി പോവാണ്. ഞാൻ രാവിലെ എണീറ്റിട്ട് പല്ലുപോലും തേക്കാതെ വ്ലോഗ് എടുക്കുക കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ വെളുപ്പിനെ 3:15 എണ്ണീറ്റിട്ട് താണ്ട ഞാൻ ഈ ഒരു സാധനം ഇരുന്ന് ഇങ്ങനെ ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ ഇത് ഷോർട്സിൽ ഇടാൻ വേണ്ടി ഞാൻ ഈ ഒരു മാല ഇങ്ങനെ ജസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ഇതിടാൻ വേണ്ടിയിട്ട് എടുക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. ഇതിൻ്റെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഇനി എടുക്കണം. അപ്പം ഇന്ന് ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു Q&A ചെയ്താലോ എന്നിങ്ങനെ വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഒരുപാട് പേര് എന്നോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുമെന്ന്. പക്ഷേ ആരും എന്നോട് ചോദിച്ചില്ല. എന്നോട് ആകെ 2 അക്കൗണ്ടിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻസിന് മാത്രം മറുപടി പറയാമെന്ന് വിചാരിക്കുന്നു. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ ഞാൻ Q&A ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പോൾ ഇട്ടപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുക, ഞാൻ അതിന് ഉത്തരം പറയാം. ചോദിക്കാത്തതുകൊണ്ടല്ലേ ഉത്തരം പറയാത്തത്. അപ്പോൾ ചോദിക്കുകയാണെങ്കിൽ ഉത്തരം പറയാം. പിന്നെന്താണ്, അപ്പോൾ ഒരു Q&A ഇന്ന് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. Q&Aയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമ്മൾ ന്യൂ ഇയർ റെസൊല്യൂഷനായിട്ട് ആ ഫസ്റ്റ് ക്വസ്റ്റ്യനോട് ചോദിച്ചതെന്ന് വെച്ചാൽ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്താണെന്നായിരുന്നു. ന്യൂ ഇയർ റെസൊല്യൂഷനായിട്ട് ഞാൻ ആദ്യമായിട്ട് എടുത്ത തീരുമാനമെന്ന് വെച്ചാൽ വെള്ളം കുടിക്കുക. അതാണ്. നല്ല രീതിയിൽ വെള്ളം കുടിക്കുക, ചൂടുവെള്ളം കുടിക്കുക. ഞാൻ പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്താണെങ്കിൽ നമുക്കങ്ങനെ ഈറ്റബിൾസ് ഒന്നും കഴിക്കുന്ന സാധനങ്ങളൊന്നും അങ്ങനെ കൊണ്ടുപോകാറില്ലല്ലോ. അപ്പോൾ അന്നൊക്കെ ആണെങ്കിൽ ഞാൻ കുറേ ഇഷ്ടം പോലെ കുപ്പി നിറച്ച് വെള്ളം കുടിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് എന്തോ കുടിക്കാൻ ഭയങ്കര എപ്പോഴും ഇങ്ങനെ വെള്ളം അവിടെ നിന്ന് ഹോസ്റ്റലിൽ നിന്ന് കിട്ടുന്ന വെള്ളം എന്ന് പറഞ്ഞിരിക്കുന്നത് ഭയങ്കര മനുഷ്യൻ്റെ അണ്ണാക്ക് വരെ പൊള്ളുന്ന വെള്ളം, ചൂടുവെള്ളം ആട്ടോ. അതൊക്കെ കുടിച്ച് എൻ്റെ വണ്ണം ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റേബിൾ ആയിരിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ഹെൽത്തൊക്കെ നല്ല രീതിയിൽ നോക്കണം. അതൊക്കെയാണ് എൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. വെള്ളം കുടിക്കാം, അതാണ് ഫസ്റ്റത്തെ ന്യൂ ഇയർ റെസൊല്യൂഷൻ വന്നിരിക്കുന്നത് വെള്ളം കുടിക്കുക എന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ആലോചിക്കട്ടെ. എൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞേക്കുന്നത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ഹാപ്പി ആയിട്ടിരിക്കുക, സമാധാനത്തോടെ ഇരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പല്ല് തേക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. വെളുപ്പിന് 3:15 എണീറ്റിട്ട് പോലും ഞാൻ പല്ല് പോലും തേച്ചില്ല, എന്തായാലും ചായ ഒന്നും കുടിച്ചില്ല. അപ്പം നമ്മൾ ബ്രഷ് ചെയ്താട്ട് ഞാൻ തേച്ച് ബ്രഷിൻ്റെ പരവും അവസ്ഥ ഇപ്പം ഇങ്ങനെ ആയി. വേറെ ബ്രഷൊക്കെ ഇനി വാങ്ങിക്കണം. വേറെ പ്രത്യേകിച്ച് ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒന്നും എടുത്തിട്ടില്ല. നല്ല രീതിയിൽ മുന്നോട്ട് പോവുക, ഹാപ്പി ആയിട്ടിരിക്കുക, പീസ്ഫുള്ളായിട്ടിരിക്കുക, സമാധാനപരമായിട്ടിരിക്കുക, പിന്നെ പുതിയ ക്രിയേറ്റീവായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം. അതൊക്കെ മാത്രമേ ഉള്ളൂ എൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. പിന്നെ ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക, ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടിരിക്കുക. അതൊക്കെ മാത്രമേ ഉള്ളൂ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. നമുക്ക് പല്ല് തേക്കാം. പിന്നെ എൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് നല്ലൊരു വ്യക്തിയായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അതാണ് എൻ്റെ മെയിൻ റെസൊല്യൂഷനായിട്ട് ഞാൻ എടുത്തത്. ഞാൻ വിട്ടുപോയി. അത്രയ്ക്ക് ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞു. കുലുക്കുലു വെക്കട്ടെ, കുലുക്കുലു. നമ്മൾ കൊച്ചു പിള്ളേരൊക്കെ കുലുക്കുലു വെക്കാൻ വേണ്ടിയിട്ട് പറയില്ലേ. മുഖം വന്നതൊക്കെ ഞാനങ്ങനെ കണ്ടിന്യൂസ് അങ്ങനെ ഫേസ് വാഷ് ഒന്നും ഉപയോഗിക്കാറില്ല. എന്നോട് എപ്പോഴും ചേച്ചി മുടിയൊക്കെ കെട്ടി വെച്ചിട്ട് വേണം എല്ലാം ചെയ്യാനെന്നാണ് എന്നോട് പറയുന്നത്. പക്ഷെ ഞാൻ ഒന്നും ചെയ്യാറില്ല. ചുമ്മാ ഇങ്ങനെ എൻ്റെ നോർമൽ ഞാൻ ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്യുന്നത്. ലെറ്റ്സ് ഗോ ടു അടുക്കളയിലേക്ക് പോകുന്നതിന് മുമ്പ് അമ്മയെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അപ്പം അമ്മ അലക്കാൻ വേണ്ടിയിട്ട് പോയി. ഹായ്. ഞങ്ങളുടെ ഗ്രീൻ ഹൗസ് ആണ് ഇതാണ്ട് താഴത്തെ. അത് എന്ത് പ്രകൃതി രമണീയമായ കാഴ്ച. മാവേൽ മാങ്ങയുണ്ടോ? വക്കീരിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഫാൻ നിർത്തിയില്ലെങ്കിൽ എൻ്റെ തലയൊക്കെ അടിച്ച് പൊട്ടിക്കും മിക്കവാറും ഇവിടെ ഉള്ളവരെല്ലാവരും. നമുക്ക് ഫാനും ലൈറ്റും നിർത്താം. അയ്യോ, ഇരുട്ടായല്ലോ, വീണ്ടും ഇരുട്ടായി. നമ്മൾ ഇലക്ട്രിസിറ്റി പാഴാക്കരുത്, കറണ്ട് പാഴാക്കരുത്. നല്ല ബെസ്റ്റ് ആളാ പറയുന്നത്. എപ്പോഴും 24 മണിക്കൂർ ഫാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഞാനാ പറയും. ഇവിടുത്തെ ലൈറ്റ് ഇടട്ടെ, ഇല്ലെങ്കിൽ എന്നെ കാണത്തില്ല. അയ്യോ,
ഏതാ? ലൈറ്റ് കിട്ടി. ചായ ഗ്ലാസ് കഴുകി വെക്കണം. പിന്നെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, യൂട്യൂബറായിട്ടും അതുപോലെ തന്നെ ബിസിനസ് ഓൺട്രപ്രനർ എന്ന രീതിയിൽ എന്തൊക്കെ അഡ്വൈസ് തരാൻ പറ്റുമെന്നുള്ളതാണ്. ഞാൻ എത്ര വലിയ യൂട്യൂബർ ആണെന്നുള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ല. വെറുതെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ചുമ്മാ വീഡിയോസ് ഇടുന്നു എന്നുള്ളതേ ഉള്ളൂ. ജസ്റ്റ് ആസ് ഒരു സാറ്റിസ്ഫാക്ഷൻ അത്രയേ ഉള്ളൂ. എന്താണ് ജസ്റ്റ് ആസ് ഒരു ഹോബി എന്നുള്ളതേ ഉള്ളൂ. വെറുതെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തത് കൊണ്ടും നമ്മളിങ്ങനെ വീഡിയോസ് ജസ്റ്റ് ഒരു പാഷൻ എന്നുള്ള രീതിയിൽ വീഡിയോസ് ചെയ്യുന്നുള്ളതേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് യൂട്യൂബർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പം അത് വേറെന്താ പറയാൻ വന്നേ, എന്താണ് അഡ്വൈസ് തരാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുവാണെങ്കിലും അതിപ്പോൾ ചെറിയ ബിസിനസ് ആയാലും എന്തായാലും ചെറിയ രീതിയിലായിരിക്കും ഓരോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ നല്ല രീതിയിൽ അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. നമ്മുടെ ഐഡിയ എന്താണോ, നമുക്ക് എന്തായാലും ഒരു മോട്ടീവ്, ഒരു ഐഡിയ കാണുമായിരിക്കുമല്ലോ. ഇപ്പം ഞാൻ ഈ പറയുന്ന ക്വസ്റ്റിന് പറ്റുന്ന ആൻസർ ആണോ എനിക്കറിയില്ല, മനസ്സിൽ തോന്നിയ സംഭവം പറയുകയാണ്. ഇപ്പം ഞാനെന്ന് വെച്ചാൽ ആദ്യം എംബ്രോയിഡറി സ്റ്റാർട്ട് ചെയ്തു, പിന്നെ ആക്സിഡൻ്റലി ആണ് ജ്വല്ലറി മേഖലയിലോട്ട് വരുന്നത് തന്നെ. അപ്പം നമുക്കിപ്പം ആദ്യം ഒരു സാധനം ക്ലിക്ക് ആയില്ലെന്ന് കരുതി അതിൽ തന്നെ നമ്മൾ വെച്ച് പിടിക്കാതെ, അന്നെങ്കിൽ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോയിട്ട് അതിൽ ക്ലിക്ക് ആകുമ്പോൾ ഏതെങ്കിലും ഒരു എന്താ പറയുക, ഒരു ഐഡിയ ക്ലിക്ക് ആവുന്നില്ലെങ്കിൽ മറ്റൊരു ഐഡിയ കൂടെ ജസ്റ്റ് നമ്മളൊന്ന്, ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നത് എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് ഒരു ഐഡിയയിൽ നിന്നാണല്ലോ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ഐഡിയ ക്ലിക്ക് ആയില്ലെങ്കിൽ വേറൊരു ഐഡിയയും കൂടെ അതിൽ കൂടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ശ്രമിക്കുക എന്നുള്ളതേ ഉള്ളൂ. പരമാവധി നമ്മുടെ ഒരു എഫോർട്ട് ഇട്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏതൊരു കാര്യവും നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇന്നലെ ഒരു വീഡിയോയിൽ കമൻറ്റ് കണ്ടതാണ്, ഇതൊക്കെ ആരെങ്കിലും ഷോപ്പിൽ എടുക്കുമോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നുള്ളത്. ഷോപ്പിൽ എടുക്കുമോ എന്ന് ചോദിച്ചാൽ ഷോപ്പിൽ എന്തായാലും എടുക്കത്തില്ല. അപ്പം നമ്മൾ അവരെ എടുപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം നമ്മുടേതായ രീതിയിൽ ഫലങ്ങൾ പോലും പരിശ്രമം ഇട്ടുകൊണ്ടേ ഇരിക്കും. അല്ലാതെ ഇപ്പം സാധനം ഉണ്ടാക്കി വെച്ചിട്ട് ആരെങ്കിലും ഇങ്ങോട്ട് വന്ന് വാങ്ങിക്കും അങ്ങനെയൊന്നും ചെയ്യത്തില്ല. അതെനിക്ക് ലൈഫിൽ മനസ്സിലായ ഏതൊരു ബിസിനസ്സുകാരോട് ചോദിച്ചെന്ന് പറഞ്ഞാൽ അവർ ഇത് പറയത്തുള്ളൂ. നമ്മുടേതായ രീതിയിൽ മാക്സിമം നല്ല രീതിയിൽ എഫോർട്ട് ഇട്ടെങ്കിൽ മാത്രമേ നമുക്ക് സെയിലും കാര്യങ്ങൾ നടക്കത്തുള്ളൂ. നമ്മുടെ ഒരു എഫോർട്ട് കുറയുകയാണെങ്കിൽ അവിടെ സെയിൽ കുറയുകയാണ് ചെയ്യുന്നത്. മാക്സിമം മറ്റുള്ളവർ എന്ത് വേണേലും പറഞ്ഞോട്ടെ, മാക്സിമം നമ്മുടേതായ രീതിയിൽ നല്ല രീതിയിൽ 100% നമ്മൾ ശരിക്കും നമ്മുടെ വർക്കിൽ ആത്മാർത്ഥത കാണിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും എന്തായാലും ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് വിജയത്തിലെത്താൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എൻ്റെ വിശ്വാസം അങ്ങനെയാണ്. അപ്പം സെയിൽ നടക്കാത്തതിപ്പോൾ ഞാനൊക്കെ തുടങ്ങിയ സമയത്തൊക്കെ ആണെങ്കിൽ എൻ്റെ വർക്കൊന്നും ഇത്രയ്ക്ക് പോലും പെർഫെക്റ്റ് അല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മൾ ഓരോ പ്രോഡക്റ്റ് ഇറക്കുമ്പോഴും അത് 100% പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ളത്. എങ്ങനെയാണോ ഒരു കമ്പനിയിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്തെടുക്കുന്നത് അതുപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് മാത്രമേ നമ്മൾ കൊടുക്കാവുന്നുള്ളൂ. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് അതിൻ്റെ പുറകെ വെച്ച് പിടിക്കാതെ നമ്മുടെ ഒരു ഐഡിയ എന്നുള്ള രീതിയിൽ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഞാനിപ്പോൾ സത്യം പറഞ്ഞ കസ്റ്റമൈസേഷൻ ആയിട്ടുള്ള വർക്കുകളൊക്കെ ഇപ്പം കുറച്ച് നാളത്തേക്ക് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് സത്യം പറയാനോ. വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് എൻ്റേതായ രീതിയിൽ കുറച്ച് എഫേർട്ട് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. കുറച്ച് ഇപ്പോൾ എക്സിബിഷൻസ് വരുന്നത് കൊണ്ട് അതിൻ്റേതായ രീതിയിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി എടുക്കണമെന്നുണ്ട്. ഇപ്പോൾ കാലിക്കറ്റിൽ വെച്ചിട്ടാണത്. അപ്പോൾ നല്ല രീതിയിൽ നമ്മുടേതായ രീതിയിൽ എഫേർട്ട് ഇട്ടെങ്കിൽ മാത്രമേ, ചുമ്മാ നമ്മൾ കറങ്ങാൻ പോയാൽ പോരല്ലോ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ നേരത്തെ ആദ്യത്തെ എക്സിബിഷൻസിനൊക്കെ ചുമ്മാ പോകുമായിരുന്നു. അപ്പം ഇപ്പോഴത്തെ എക്സിബിഷൻസിനെങ്കിൽ നമ്മുടേതായ രീതിയിൽ നല്ല രീതിയിൽ എഫോർട്ട് ഇടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പം ഓൺട്രപ്രനർ എന്നുള്ള രീതിയിൽ ചെറിയ രീതിയിൽ എനിക്ക് അതൊക്കെയാണ് അഡ്വൈസ് തരാൻ. അപ്പം നമുക്ക് നമ്മുടേതായ രീതിയിൽ നല്ല രീതിയിൽ എഫോർട്ട് ഇട്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ബെസ്റ്റ് എന്നുള്ള രീതിയിൽ കാണിച്ചെങ്കിൽ ആളുകൾ അത് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. നമ്മൾ ഹാർഡ് വർക്കിംഗ് പേഴ്സൺ, അപ്പോൾ അതുപോലും ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. നമ്മൾ 100% ആത്മാർത്ഥത കാണിച്ച് ചെയ്യാന്നുള്ളത്, ബെറ്റർ പേഴ്സണാലിറ്റി കീപ്പ് ചെയ്ത് നമ്മൾ ശരിക്കും ഒരു ബിസിനസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു തൊട്ടി സ്വഭാവം മാറ്റി വെക്കണമെന്നാണ് പറയുന്നത്. ഒരു തൊട്ടി സ്വഭാവം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വേണ്ടാത്ത ഒരു അലകുലിത്ത് സ്വഭാവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് 100% നമ്മൾ പ്രൊഫഷണലായിട്ട് വേണം നമ്മൾ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഈ റെസൊല്യൂഷനായിട്ട് വേറൊരു കാര്യം കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. ലാംഗ്വേജ് കുറച്ചുകൂടെ പഠിക്കണം എന്നുള്ളത്. ഇംഗ്ലീഷ് ആയാലും ഹിന്ദി ആയാലും കുറച്ചുകൂടെ സ്പീക്കിംഗ് പഠിക്കണം. മലയാളം മാത്രമല്ലാതെ ഇംഗ്ലീഷ് ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും കുറച്ചുകൂടെ സംസാരിക്കാനായിട്ട് പഠിക്കണം എന്നുള്ളത്. അപ്പം ലാംഗ്വേജിൽ കുറച്ചുകൂടെ ഒരു പ്രൊഫഷണാലിറ്റി കൊണ്ടുവരണമെന്ന് എനിക്ക് ആഗ്രഹം. നമുക്ക് വേറെ സ്റ്റേറ്റിൽ നിന്നൊക്കെ ആൾക്കാർ വരികയാണെങ്കിൽ, ഇൻ കേസ് വെളിയിൽ നിന്നൊക്കെ ആൾക്കാർ വരികയാണെങ്കിൽ, ആഗ്രഹമൊക്കെ ആട്ടോ, വെളിയിൽ നിന്നൊക്കെ ആൾക്കാർ വരികയാണെങ്കിൽ അവരുമായിട്ടുള്ള രീതിയിൽ കോൺവെർസേഷൻസ് നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് ലാംഗ്വേജ് മസ്റ്റാണ്. അപ്പം ആ ഒരു സ്പീക്കിംഗ്, ആ ഒരു എബിലിറ്റിയും കൂടെ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വളർത്തിയെടുക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചായ കുടിക്കണം. അതിൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ നമുക്ക് എന്താണ്, ഇപ്പോൾ നമുക്ക് 10ാം ക്ലാസ്സും +1 +2 ഒക്കെ A+ മേഖലയുടെ വാങ്ങിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. വാങ്ങിക്കേണ്ടെന്നല്ല, പക്ഷേ നമ്മൾ ജീവിക്കാനാണ്. നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കാത്ത കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ സ്കൂളിൽ പഠിപ്പിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇതുണ്ടായിരുന്നു. നമ്മൾ ആദ്യം ജീവിക്കാൻ ആദ്യം പഠിക്കണം. നമുക്ക് എപ്പോഴും ഒരു സർവൈവ് ചെയ്യാൻ നമ്മൾ ആദ്യം പഠിക്കണം. ഇപ്പോൾ ഒരു ബിസിനസ് ആണെങ്കിൽ പോലും നമ്മൾ ആ ഒരു ബിസിനസ് പൊട്ടിപ്പൊളിഞ്ഞെന്ന് പറഞ്ഞാലും നമ്മൾ അതിൽ നിന്ന് എങ്ങനെ നമുക്ക് പെട്ടെന്ന് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ള രീതിയിൽ വേണം. ഒരു ഫെയിലിയർ നമ്മുടെ ലൈഫിൽ വരികയാണെങ്കിൽ അത് പെട്ടെന്ന് നമുക്ക് എങ്ങനെ റിക്കവർ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ള രീതിയിൽ ആ ഒരു തിങ്കിങ് വേയിലോട്ട് പോകണമെന്നാണ്. ഇപ്പോൾ എൻ്റെ ലൈഫിൽ എനിക്കൊരു ഫെയിലിയർ വരികയാണ്. ആ ഫെയിലിയർ വന്നാൽ എന്തായാലും ആൾക്കാർ ചുറ്റും നിൽക്കുന്നവർ എന്തായാലും ആൾക്കാർ മാക്സിമം അടിച്ചമർത്തി ഇടാനേ ശ്രമിക്കത്തുള്ളൂ. ബിക്കോസ് ഞാൻ സ്ത്രീയും കൂടാണ്. അപ്പം എന്തായാലും ആൾക്കാർ ഇനി ചെയ്യണ്ട, ഇനി ചെയ്യണം. പക്ഷേ എനിക്ക് ചെയ്യേണ്ടെന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള രീതിയിലുള്ളൊരു കൺസെപ്റ്റ് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അത് എനിക്ക് അറിയത്തില്ല എന്തുകൊണ്ടാണെന്നുള്ളത്. ഞാൻ എപ്പോഴും ചെയ്യേണ്ടെന്ന് പറയുന്ന കാര്യങ്ങൾ അപ്പം ഞാൻ ചെയ്തിരിക്കും, നോക്കണ്ടെന്ന് പറയുന്ന കാര്യങ്ങൾ അപ്പം ഞാൻ നോക്കിയിരിക്കും. അങ്ങനെയുള്ള ഒരാളാണ്. എല്ലാവരും അങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഇങ്ങനെയുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അപ്പം നമ്മളെ കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. ബിസിനസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ റിസ്ക് എടുത്ത് പോയെങ്കിലേ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. ഞാൻ അത്ര വലിയ ബിസിനസ് ഓണ്ടർപ്രണർ ഒന്നും, സ്മോൾ ബിസിനസ് ഓണ്ടർപ്രണർ ഒന്നും, ഇതിനെക്കാട്ടിലും വലിയ ആൾക്കാർ ഒരുപാട് പേരുണ്ട്. പിന്നെ നമ്മൾ ചെറിയ രീതിയിൽ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത ഐഡിയാസ് നിങ്ങൾക്ക് തരിക എന്നുള്ളതേ ഉള്ളൂ. ഇൻ കേസ് നമുക്ക് ജോലീസും കാര്യങ്ങളും ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും സ്വന്തമായിട്ട് നമുക്ക് എങ്ങനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബിസിനസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു നാണം, ആ ഒരു ഇൻട്രോവേർട്ട് സ്വഭാവം ഒന്ന് മാറ്റി വെക്കുക എന്നുള്ളതേ ഉള്ളൂ. ഞാൻ ഒരു ഇൻട്രോവേർട്ടായിട്ടുള്ള ഒരാളാണ്.
പക്ഷെ നമ്മൾ ആ ഒരു ഇൻട്രോവേർട്ട് അങ്ങനത്തെ സ്വഭാവങ്ങളൊക്കെ മാറ്റി വെച്ച് നമ്മൾ ഇറങ്ങി അങ്ങ് കളിക്കുക എന്നുള്ളതേ ഉള്ളൂ. എന്തും വരട്ടെ എന്നുള്ള രീതിയിൽ ഇറങ്ങി കളിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഏതെങ്കിലും രീതിയിലൊക്കെ നമ്മൾ എത്തുമെന്നൊക്കെ വിചാരിക്കുന്നു. പിന്നെ നമുക്ക് സപ്പോർട്ട് ആവശ്യമാണ്. ചില വീഡിയോകളൊക്കെ ആണെങ്കിൽ ഒരു സപ്പോർട്ട് പോലും ഇല്ലാതെ പോകുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് സപ്പോർട്ട് ഇല്ലെങ്കിൽ പോലും നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ നല്ല രീതിയിൽ ക്ലീൻ ആൻഡ് നീറ്റായിട്ട് നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഫാൻ ഇച്ചിരി കൂട്ടിയിട്ടിരിക്കുകയാണ്. സൂര്യചേട്ടൻ വന്നതുമില്ല, എന്നിരുന്നാൽ പോലും വീട്ടിൽ ചൂട് തൊട്ടുണ്ട്. എനിക്ക് ഫാൻ ഇല്ലാതിരിക്കാനും പറ്റത്തില്ല. പിന്നെ AC എനിക്ക് പിടിക്കത്തില്ല. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ ഇറങ്ങി കളിക്കുക എന്നുള്ളതേ ഉള്ളൂ. ആൾക്കാർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. നമ്മളെ ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവർ പിന്തിരിപ്പിക്കാനും നമ്മുടെ ബന്ധുക്കളാണെങ്കിലും ആരാണെങ്കിലും പിന്തിരിപ്പിക്കാനേ ശ്രമിക്കത്തുള്ളൂ. അപ്പോൾ ആൾക്കാർ എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ നമുക്കൊരു ലക്ഷ്യമുണ്ടോ, ഒരു ഡ്രീമുണ്ടോ, ഒരു ഐഡിയ ഉണ്ടോ, അത് നമ്മൾ എങ്ങനെയെങ്കിലും ഫലവത്താക്കാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ ഞാൻ അഡ്വൈസ് നമ്മളെ കൊണ്ട് പറ്റുന്ന ഇതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് മാത്രമേ നമ്മൾ ഇറക്കാവൂ എന്നുള്ളതാണ്. അതെനിക്ക് അല്ലാതെ ചുമ്മാ നമ്മളൊരു സാധനം ഉണ്ടാക്കി അതൊന്ന് സെയിൽ ചെയ്യാതെ ഒരു നല്ല റിവ്യൂ കിട്ടത്തക്ക രീതിയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സ് മാത്രം ഇറക്കുക എന്നുള്ളതാണ്. അപ്പം പറഞ്ഞ ചോദ്യത്തിനാണ് ഉത്തരം പറഞ്ഞത് എനിക്കറിയത്തില്ല. എന്നാലും കുഴപ്പമില്ല. എനിക്ക് കാര്യം എന്തായാലും മനസ്സിലായല്ലോ, അത് മതി. അങ്ങനെ നമ്മൾ നടന്ന് വെളിയിലെത്തിയിരിക്കുകയാണ്. പിന്നീടുള്ള ചോദ്യം എന്ന് പറഞ്ഞേക്കുന്നത് ഹെയർ ക്ലിപ്പ് അങ്ങനത്തെ സംഭവം ക്ലിപ്സ് ഒക്കെ ഉണ്ടാക്കാമെന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഉണ്ടാക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. കുറച്ചല്ല, വൈകാതെ നമുക്ക് അങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്തേ പറ്റത്തുള്ളൂ. അതായത് എക്സിബിഷനൊക്കെ കഴിഞ്ഞ് ഞാൻ കൂടുതൽ എക്സിബിഷന് ശരിക്കും കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഹാൻഡ് മെയ്ഡ് ജ്വല്ലറീസ് ആണ്. അപ്പം ഉണ്ടാക്കി പോകുമ്പോൾ കുറച്ചുണ്ടാക്കണമല്ലോ. അപ്പം അതുകൊണ്ട് അതിൻ്റെ ആ ഒരു തിരക്കിലും ഒക്കെയാണ് ഞാൻ. അപ്പം അതുകൊണ്ട് ചെയ്യണം. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ക്ലിപ്പുകളൊക്കെ നമുക്ക് ഉണ്ടാക്കാം. അപ്പം ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ വൈകിട്ട് വന്നിങ്ങനെ ഇപ്പോൾ ഈ ഉലാത്താൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഗ്ലാസ് ഇരിപ്പുണ്ട്. ഉലാത്തി കഴിഞ്ഞാൽ ഗ്ലാസ് തവിട് പൊടിയാവും. മച്ചച്ച് മിക്കവാറും എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്യും. അതുകൊണ്ട് ഉലാത്താൻ പറ്റില്ല. ഇങ്ങനെ ഇരുന്ന് ആടാൻ പറ്റത്തില്ല. അല്ലാതെ പണ്ട് ഞാൻ സ്കൂളിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് ഞാനിങ്ങനെ ഈ ബെഞ്ചിലിരുന്ന്, ഇവിടെ ഒരു ബെഞ്ചുണ്ട്, ആ ബെഞ്ചിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ആ ബെഞ്ചിലിരുന്ന് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുക. നല്ല രസമാണ് കേട്ടോ. ഊഞ്ഞാലാടിക്കുന്ന പോലെ ഇങ്ങനെ ആടിക്കൊണ്ടേ കുറച്ച് നേരം ആടിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ മടുക്കും. പിന്നെ അവന് കയറിയും പോകും. അതൊക്കെയാണ്. സൂര്യചേട്ടൻ എന്താണോ വരാത്തത്. നമ്മുടെ വേഴാമ്പലും വന്നിട്ട് സാധാരണ എപ്പോഴും ഇവിടെ വരുമ്പോഴത്തേക്കും വേഴാമ്പലും കാര്യങ്ങളൊക്കെ വരുന്നതായിരുന്നു. ആരുമില്ല. എന്ത് പറ്റി പ്രകൃതിക്ക്? കുറച്ച് നേരം കൺകുളർക്ക് പ്രകൃതി രമണീയമായ കാഴ്ചകൾ കാണാം. പിന്നെ ഒരു ചോദ്യം എന്ന് വെച്ചാൽ ഷോപ്പിംഗ് മറ്റ് വീഡിയോസ്. ഞാൻ ഈ ഇടയ്ക്കാണെങ്കിൽ സ്റ്റുഡിയോയിൽ പോയിട്ടുണ്ടായിരുന്നു. നല്ല രസം. സ്റ്റുഡിയോയിൽ മാക്സിലും ആട്ടോ പോയത്, അടൂരുള്ള. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ എടുത്തായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് പോസ്റ്റ് ചെയ്യാനുള്ള എനിക്കൊരു മൂഡില്ലായിരുന്നു സത്യം പറയാലോ. സ്റ്റുഡിയോയിലൊക്കെ നല്ല കളക്ഷൻസ് ആട്ടോ. ഈ കോട്ട് സെറ്റ്സും അതുപോലെ തന്നെ എനിക്ക് പറ്റുന്ന ഒരൊറ്റ ഡ്രസ്സ് പോലും ഇല്ലെന്നുള്ള കാര്യം സന്തോഷപൂർവ്വം ഞാൻ അറിയിക്കുകയാണ്. എല്ലാം സ്മോള്, എക്സ്ട്രാ സ്മോൾ, എക്സ്ട്രാ ലാർജ്, അത്രയൊക്കെ മാത്രമേ ഉള്ളൂ. എക്സൽ ഒന്നും അത്രയൊന്നും ഇല്ല കേട്ടോ. എനിക്ക് പറ്റുന്ന ഒരൊറ്റ ഡ്രസ്സ് പോലും രണ്ടിടത്തും ഇല്ലായിരുന്നു. പക്ഷേ നല്ല കളക്ഷൻസ് ആട്ടോ. നല്ല സൂപ്പർ കളക്ഷൻസ് ആണ്. എനിക്ക് ഡ്രസ്സുകളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എൻ്റെ ഒരു ചെറിയ സജഷൻ എന്ന് വെച്ചാൽ വണ്ണമുള്ളവർക്കും എന്തെങ്കിലുമൊക്കെ ഡ്രസ്സുകളൊക്കെ വേണം. അപ്പം അതൊക്കെ കടകളിൽ പോയെന്ന് പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഓൺലൈൻ വഴിയാണ് ഞാൻ കൂടുതലും ഡ്രസ്സുകളൊക്കെ പർച്ചേസ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ മീഷോയിലോ ആമസോണിലും വഴിയൊക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ന്യൂ ഇയർ റെസൊല്യൂഷനായിട്ട് രാവിലെ തൊട്ട് വെള്ളം കുടിച്ചിട്ട് വണ്ണം കുറയ്ക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫാറ്റ് ഒരുപാട് പോകും. അതെനിക്ക് അന്ന് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായൊരു കാര്യമാണ്. നല്ല രീതിയിൽ വെള്ളം കുടിക്കുകയും വേണം. അതിനനുസരിച്ച് നമ്മൾ ആഹാരം കഴിക്കണം. എല്ലാം നമ്മൾ സ്റ്റേബിളായിട്ട് വേണം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. നമ്മൾ ആഹാരം കുറച്ചിട്ട് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. വെള്ളം കുടിച്ച് നമ്മുടെ ആ ഒരു ബോഡി നല്ല ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. ഞാനിപ്പോൾ അല്ലാതെ വേറെ ഒന്നും കഴിക്കാറൊന്നുമില്ല. വെള്ളം കുടിക്കുമ്പോഴത്തേക്കും നമ്മുടെ വയറങ്ങ് നിറയും. പിന്നെ നമുക്ക് ഇങ്ങനെ കഴിക്കാൻ തോന്നത്തില്ല. ഇപ്പം എനിക്ക് രാവിലെ വിശക്കുന്നുണ്ടായിരുന്നു. ഞാൻ എണ്ണീറ്റ സമയത്ത് എനിക്ക് വയറ്റിൽ നിന്ന് ഗുളുഗുളാന്നിങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരു ചോക്ലേറ്റ് ഭയങ്കര കഴിച്ചായിരുന്നു, പല്ല് തേക്കാതെ. ഇതൊക്കെ ഇവിടെ സ്ഥിരം നടക്കുന്ന പരിപാടിയാണ് ഗൈസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഞാൻ മാരീഡ് ആണോ എന്നാണ്. കണ്ടാൽ പറയുമോ ഞാൻ മാരീഡ് ആണോ എന്ന്? ഞാൻ മാരീഡ് അല്ല. ഞാൻ സിംഗിൾ ലൈഫിൽ മുന്നോട്ട് പോകുന്ന ഒരാളാണ്. എനിക്കിപ്പോൾ ഏജ് എന്ന് പറഞ്ഞേക്കുന്നത് 28 വേണ്ടി പോകുന്നു. നവംബറിലേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ 27 നിൽക്കുകയാണ്. ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നതേ ഇല്ല. കല്യാണം സ്വർഗത്തിൽ വെച്ച് നടക്കുമെന്നല്ലേ പറയുന്നത്. അപ്പം എനിക്ക് അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ ഇപ്പോഴേ പറ്റത്തുള്ളൂ. അതിന് പറ്റുന്ന ഒരു മാനസിക അവസ്ഥയിൽ കൂടിയല്ല ഞാൻ പോകുന്നത്. നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറച്ച് ഡ്രീംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം മാരേജൊക്കെ വരുവാന്ന് പറഞ്ഞാലും വരുന്ന ആളെന്ന് പറഞ്ഞേക്കുന്നത് ഫ്രീ ആയിരിക്കണം. അല്ലെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ചെയ്യണ്ട എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരാളാണ് ഞാൻ. അപ്പം അങ്ങനെ നമ്മളെ മ്യൂച്വലി അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന, ഇൻ കേസ് റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു ആളെയാണ് എനിക്കിഷ്ടം. അല്ലാതെ നമ്മൾ ഒരു വിലയില്ലാതെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ഇല്ലാതെ പോകുന്നതിനൊന്നും എനിക്ക് താല്പര്യമൊന്നുമില്ല. അങ്ങനെയുള്ള റിലേഷൻഷിപ്പിനും ഞാൻ തയ്യാറല്ല. അതൊന്നും അധികം മുന്നോട്ട് പോകത്തില്ല. എനിക്ക് റിലേഷൻസും കാര്യങ്ങളൊന്നുമില്ല. ഭയങ്കര ഫ്രീ ബേർഡ് ആണെന്ന് വേണമെങ്കിൽ പച്ച മലയാളത്തിൽ പറയാം. പച്ച ഇംഗ്ലീഷിൽ വേണമെങ്കിൽ പറയാം. എനിക്കിങ്ങനെ റിലേഷനിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. എനിക്കിങ്ങനെ എവിടെയെങ്കിലും ഒന്ന് അടങ്ങി ഒതുങ്ങി സ്വസ്ഥം സമാധാനമായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. പീസ്ഫുള്ളായിട്ടിരിക്കാം.
ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നതേ ഇല്ല. അതിന് പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ മുന്നോട്ട് പോകുന്നതും. അത് എന്നെ അതെൻ്റെ പേരൻസിന് സത്യം പറഞ്ഞാൽ എനിക്കറിയാം. അതുകൊണ്ട് നമ്മളെന്തിനാ വേറൊരാളുടെ ലൈഫ് വെച്ച് കളിക്കുന്നത്, വേറൊരാളുടെ ലൈഫ് എന്തിനാണ് കളയുന്നത്, അതുകൊണ്ട്. അപ്പം ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. ഫിനാൻഷ്യലി ഒന്ന് സ്റ്റേബിളായി ഒന്ന് സെറ്റിലായി കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ചൊക്കെ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. അല്ലെ എടുത്തേ പിടിച്ചേന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നമുക്ക് കയറാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഈ വിവാഹം എന്ന് പറഞ്ഞേക്കുന്നത്. ഇപ്പം നമ്മളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാത്ത, നമ്മളെ റെസ്പെക്ട് ചെയ്യാത്ത ഒരാളാണ് നമ്മുടെ പാർട്ട്ണർ വരികയാണെങ്കിൽ എന്നെക്കൊണ്ട് ഒരിക്കലും അത് പറ്റത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ വിവാഹം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചുമ്മാ അങ്ങ് ചാടിക്കയറി ചെയ്യേണ്ട ഒരു കാര്യമല്ല. നമ്മൾ ശരിക്കും ആലോചിച്ചറിഞ്ഞ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ സ്വപ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. പീസ്ഫുള്ളായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ആകെ എൻ്റെ ചിന്ത എന്ന് പറഞ്ഞേക്കാൻ നമ്മൾ വന്നതും ഒറ്റയ്ക്കാണ്, പോകുന്നതും ഒറ്റയ്ക്കാണ്, ഇടയ്ക്ക് എന്തിനാ വേറൊരാളെന്നുള്ള രീതിയിലാണ് ഞാൻ ചിന്തിക്കുന്നത്. അത് വേണമെങ്കിൽ ഫെമിനിസം എന്ന് വേണമെങ്കിൽ പറയാം. ചിലർ അങ്ങനെ പറയുമായിരിക്കും. എന്നിരുന്നാൽ പോലും നമുക്കങ്ങനെ ഒരു റിലേഷനോടൊന്നും വലിയ താല്പര്യമൊന്നും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ അതിനോടൊന്നും അങ്ങനെ യെസ് ഒന്നും പറയത്തൊന്നുമില്ല. ബിക്കോസ് എൻ്റെ സ്വഭാവം എനിക്ക് നല്ല രീതിയിൽ അറിയാം. അതുകൊണ്ട് വെറുതെ എന്തിനാണ് നമ്മൾ വേറൊരാളെ ബുദ്ധിമുട്ടിക്കാനൊക്കെ പോകുന്നത്. അപ്പോൾ ഫിനാൻഷ്യലി ഒന്ന് സ്റ്റേബിളായി ഒന്ന് സ്വന്തം കാലിൽ ഒന്ന് നിലയുറപ്പിച്ചിട്ടേ ഞാൻ വേറെ ഏത് കാര്യങ്ങളിലേക്ക് ചിന്തിക്കുന്നുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് ഫ്യൂച്ചർ പ്ലാനിങ്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നല്ല രീതിയിൽ നല്ല ഹാപ്പി ആയിട്ട് നല്ലൊരു മനുഷ്യത്തിയായിട്ട് ജീവിക്കണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഒരു യൂട്യൂബർ എന്ന നിലയിലാണെങ്കിലും യൂട്യൂബർ എന്ന നിലയിൽ ആണെങ്കിലും ഓൺട്രപ്രനർ എന്നുള്ള നിലയിലാണെങ്കിലും എനിക്ക് ബെസ്റ്റായിട്ട് നൽകാൻ പറ്റുന്ന ഒരു അഡ്വൈസും അതുതന്നെയാണ്. നല്ലൊരു മനുഷ്യനായിട്ട് വളരെ സമാധാനത്തോടെ നമ്മൾ ജീവിക്കണം. ഈ ലോകത്ത് പണവും പ്രശസ്തിയും എല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും സമാധാനം എന്ന് പറഞ്ഞൊരു സംഭവം സത്യം പറഞ്ഞാൽ ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് ലോകം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നല്ല സമാധാനത്തോടെ എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഇഷ്ടത്തിനല്ലാതെ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം പിന്നെ ട്രാവലിംഗ് വ്ളോഗ്സ് ഒക്കെ നമുക്ക് ഇടാം. എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ ഞാൻ സത്യം പറഞ്ഞാൽ സ്റ്റുഡിയോയിൽ പോയതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ എനിക്ക് ഇടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മൈൻഡ് അങ്ങോട്ട് ഭയങ്കര എനിക്ക് പറ്റാത്ത ഡ്രസ്സുകളൊക്കെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് അസൂയ പോയി. അസൂയല്ല, നമുക്ക് ആ ഡ്രസ്സുകളൊക്കെ കണ്ടപ്പോഴത്തേക്കും നമുക്ക് ഇടാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ആ ഒരു ചിന്തയെ ഞാൻ പിന്നെ വീഡിയോ എടുപ്പം അങ്ങ് നിർത്തി. അല്ലെങ്കിൽ എനിക്കിത് കണ്ടന്റായിട്ട് ഇടായിരുന്നു. സാരമില്ല, നമുക്ക് ഇനി വീണ്ടും ഇനിയിപ്പോൾ സ്റ്റുഡിയോയിലും മാക്സിലൊന്നും പോകത്തില്ല. അങ്ങനെ നമുക്ക് പറ്റുന്ന ഡ്രസ്സുകൾ പിന്നെ ചുമ്മാ വേണമെങ്കിൽ കറങ്ങാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ പോകാം. സ്കൂൾ ബസ്സാണെന്ന് തോന്നുന്നു. ക്ലച്ച് സ്റ്റാൾ ചെയ്യാം പണ്ട് സ്കൂളിൽ പോയതിൻ്റെയൊക്കെ. സ്കൂൾ ബസ് പോട്ടെ. സ്കൂൾ ബസ് അല്ല കേട്ടോ, ഏതോ ഒരു ലോറിയാണ്. ലോറി. ഇപ്പോൾ നല്ല സൺലൈറ്റ്. ഞാൻ ഈ ഒരു സൺലൈറ്റിൽ നിന്നൊരു ഫോട്ടോ എടുക്കണമെന്ന് വിചാരിച്ചാണ് ഇരുന്നത്. കണ്ടൊക്കെ ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് തിളങ്ങുന്ന കണ്ടില്ല മുഖമൊക്കെ. ഫിൽറ്റർ ആട്ടോ ഇട്ടിരിക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പം കല്യാണത്തെക്കുറിച്ച് നമ്മളിപ്പം അതിനെക്കുറിച്ചൊന്നും തീരുമാനിക്കുന്നതേ ഇല്ല. നമുക്ക് എടുത്തേ പിടിച്ചെന്ന് പറഞ്ഞ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത്. നമ്മൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ അതുമായിട്ടൊക്കെ നമ്മൾ പൊരുത്തപ്പെട്ട് വരണം അതൊക്കെ. അപ്പോൾ എനിക്ക് അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് എൻ്റേതായ രീതിയിൽ ജീവിക്കണമെന്നാണ് എൻ്റെ താല്പര്യം. അത് കുറച്ച് പേർക്ക് അത് അക്സെപ്റ്റ് ചെയ്യായിരിക്കും, ഭൂരിഭാഗം പേർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ലായിരിക്കും. പക്ഷേ എനിക്കിനി അതാണ് ഇഷ്ടം, അതാണ് എൻ്റെ താല്പര്യം എന്ന് പറഞ്ഞേക്കുന്നത്. പേരൻസിന് അതാണോ ഇഷ്ടമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, അത് അവരുടെ കാര്യം. അപ്പോൾ വേറെ എന്താണെന്ന് വെച്ചാൽ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ Q&A എന്ന് പറയുന്നത്. ഇത് വേറെ ഒന്നുമില്ല പറയാനായിട്ട്. നല്ല വെട്ടം, നല്ല സൂര്യപ്രകാശം. ഹായ്, വിറ്റാമിൻ ഡി ആണെന്ന് തോന്നുന്നു. അമ്മയാട്ടോ, അമ്മ. അപ്പം നമ്മുടെ Q&A വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. എനിക്ക് Q&A ചെയ്തില്ല എന്ന് വേണം. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എനിക്ക് Q&A. എല്ലാവരും ഇങ്ങനെ Q&A ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് ഒരു ആഗ്രഹം, ഒരു Q&A ചെയ്താലോ എന്നുള്ളത്. പക്ഷെ ആരും ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ലല്ലേ, എന്ത് ചെയ്യാം. അപ്പം ഇത്രയേ ഉള്ളൂ എന്നെ പറ്റിയൊക്കെ എനിക്ക് പറയാൻ പറ്റുന്നത്. എൻ്റെ പേര് ഞാൻ പറഞ്ഞില്ലല്ലോ. എൻ്റെ പേര് ലീന എന്നാണ്. ഫുൾ നെയിം ലീന മറിയംലാൽ. ഞാൻ താമസിക്കുന്നത് വടശ്ശേരിക്കര പത്തനംതിട്ടയിൽ. അതൊക്കെ പറഞ്ഞിട്ടായിരുന്നു നമ്മൾ Q&A തുടങ്ങേണ്ടത്. പക്ഷെ ഇതൊക്കെ ലാസ്റ്റിലായിപ്പോയി, എന്ത് ചെയ്യാം. പിന്നെ കല്യാണത്തിനെ പറ്റി പ്രഷറൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവിടുന്ന് ഇവിടുന്ന് നാട്ടുകാരും വീട്ടുകാരും ഓരോ ബന്ധുക്കളുടെ വീട്ടിലും ഒക്കെ പോകുമ്പോഴൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്, കല്യാണമായില്ലേ, കല്യാണം കഴിക്കുന്നില്ലേ, കൂടുതലും പഠിച്ചവരെല്ലാവരും ചോദിക്കുന്നത്. പക്ഷെ നമുക്ക് ആ ഒരു മറ്റുള്ളവർ പറയുന്നതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ആ ഒരു മാനസിക അവസ്ഥയിലുമല്ല ഞങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതും. നമുക്ക് നമ്മുടേതായ കുറച്ച് ഡ്രീംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പുറകെ അങ്ങ് വെച്ച് പിടിച്ചേക്കുകയാണ്. നടക്കുമോ ഇല്ലയോ എന്നുള്ളത് കാര്യം നമുക്കറിയത്തില്ല. അതൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഇൻ കേസ് പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും എൻ്റെ ലൈഫിൽ വന്നൊരു തെറ്റ് നിങ്ങളോട് പറയുകയാണ്. തെറ്റെന്നല്ല, അങ്ങനെ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ മറ്റുള്ള പരിപാടിക്കൊന്നും പോകാതെ നമ്മുടെ അംബീഷൻ എന്താണോ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുക. അതിനോടൊപ്പം തന്നെ നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ കഴിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ നല്ല രീതിയിൽ സ്കൂളിലാണെങ്കിലും കോളേജിൽ നല്ല രീതിയിൽ ബാക്കിയുള്ളവരൊക്കെ എന്തും പറഞ്ഞോട്ടെ നല്ല രീതിയിൽ നമ്മൾ വർക്ക് ചെയ്ത് ഒരു ഇൻ കേസ് നമുക്ക് എഡ്യൂക്കേഷൻ ലെവലിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് നമ്മുടെ കഴിവിലെങ്കിലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും.
അപ്പം അതിന് വേണ്ടി നമ്മൾ എങ്ങനെ എന്തൊക്കെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ, ഈ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞ സാധനം ഒരിക്കലും ഇങ്ങോട്ട് വരത്തില്ല, നമ്മൾ അങ്ങോട്ട് പോയാലേ വരത്തുള്ളൂ. അപ്പം വരുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നമ്മൾ നല്ല രീതിയിൽ പിടിച്ച് വാങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഇങ്ങോട്ട് വരത്തില്ല, നമ്മൾ അങ്ങോട്ട് പോയെങ്കിലേ വരത്തുള്ളൂ. അപ്പം കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നല്ല രീതിയിൽ മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആണായാലും പെണ്ണായാലും നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ലൈഫ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകും. എന്തിനും ഏതിനും നമുക്ക് പൈസ ആവശ്യമാണ്. മണി ഉണ്ടെങ്കിൽ നമുക്ക് വാല്യൂ ഉള്ളെന്നുള്ള കാര്യം എനിക്ക് ഈ ഒരു ചെറിയ കാലയളവിൽ എനിക്കത് മനസ്സിലായി. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനും ഇങ്ങനെ പ്രയത്നിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അത് നല്ല രീതിയിൽ നല്ല വഴിയിൽ കൂടെ വേണം നമ്മൾ പൈസ സമ്പാദിക്കാൻ വേണ്ടി. ഒരിക്കലും നമ്മൾ ചീത്ത വഴിയിൽ പോവാതെ നല്ല വഴി കൂടെ നമ്മളത് മാക്സിമം മണി ഉണ്ടാക്കിയെടുക്കാൻ, പൈസയും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാൻ വേണ്ടിയിട്ട്. പഠിക്കുന്ന സമയത്ത് നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് വേറെ ചിന്തകളിലോ വേറെ ഇതിലൊന്നും പോവാതെ നല്ല രീതിയിൽ നമ്മൾ ചില വിചാരിക്കും നമ്മുടെ കൂടെ ഫ്രണ്ട്സ് ഉണ്ടാകും, റിലേറ്റീവ്സ് ഉണ്ടാകും, ഈവൻ ഇൻ കേസ് ഫാമിലി ഉണ്ടാകും എന്നൊക്കെ വിചാരിക്കുമെങ്കിൽ പോലും എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമുക്കൊരു പോയിന്റ് എത്തുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു കാര്യം. അതിൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും മനസ്സിലായ കുറച്ച് അവസ്ഥകളും സിറ്റുവേഷൻസും ഒക്കെ ഉണ്ടായിരുന്നു. എത്ര ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞാലും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ വി ഓൾ ആർ എലോൺ എന്നുള്ള രീതിയിലാണ്. അപ്പം നമ്മൾ സ്വന്തമായിട്ട് ഒറ്റയ്ക്കാണെങ്കിലും നിൽക്കാനും ഇരിക്കാനും ഒക്കെ നമ്മൾ പഠിക്കണം. ഒറ്റയ്ക്ക് നിൽക്കാൻ നമ്മൾ എപ്പോഴും പഠിക്കേണ്ടതാണ്. പിന്നെ ബിസിനസ് ഓണ്ടർപ്രനർ എന്നുള്ള രീതിയിൽ ചെറിയ രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മൾ യൂട്യൂബർ എന്നൊക്കെ രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു അഡ്വൈസ് കൂടെ ഉണ്ട്. നമ്മൾ ഏത് കാര്യം തുടങ്ങുമ്പോഴും ഒറ്റയ്ക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. വേറൊരാളെ കൂട്ടുപിടിക്കാതെ എപ്പോഴും ഒറ്റയ്ക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ശ്രമിക്കണം. അത് വേറൊന്നും കൊണ്ടല്ല, നമുക്ക് വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ Q&A എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇന്നത്തെ Q&A ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് Q&A എപ്പോഴെങ്കിലും ചെയ്യാം. അപ്പോൾ ഇന്നത്തേക്കുള്ള വീഡിയോ ആയി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും രാവിലത്തെ എൻ്റെ റോസാപ്പൂ ഞാൻ സമ്മാനിക്കുകയാണ്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചിലപ്പോൾ എൻ്റെ ആ ഒരു ഇതിനോട് യോജിക്കാത്ത ഒരുപാട് പേര് ഇത് കാണുന്നുണ്ടായിരിക്കും. അവരോടൊന്നും എനിക്ക് വലിയ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഓരോരുത്തർക്കും ഓരോരോ ഒപ്പീനിയൻസും ഓരോരോ അഭിപ്രായങ്ങളുമാണ്. എൻ്റെ ഒരു ഓട്ടോ താഴെ പോകുന്നുണ്ട് പോട്ടെ. ഓരോരുത്തർക്കും ഓരോരോ അഭിപ്രായങ്ങളും ഓരോരോ ഒപ്പീനിയൻസും കാര്യങ്ങളും. എൻ്റെ അഭിപ്രായങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. താങ്ക്സ് ഓൾ. തടപെട്ട് തീർന്നു. അപ്പം നമ്മുടെ Q&A തീർന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ ബൈ, സി യു, താങ്ക് യു.